നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടപടി കടുപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് കുറ്റപത്രം നൽകാൻ നീക്കം. 3 കേസിലും 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന് കൂടുതൽ തെളിവുകൾ. കസ്റ്റഡിക്കായി SIT അപേക്ഷ തിരുവല്ല കോടതിയിൽ. ലക്ഷ്യത്തിലെത്താതെ ISROയുടെ PSLV C-62 ദൗത്യം വിക്ഷേപണ പാതയിൽ നിന്ന് വ്യതിചലിച്ചതായി വിശദീകരണം. 3ാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായ 2ാം തവണ. തന്ത്രപ്രധാനമായ അന്വേഷ ഉൾപ്പെടെ 16 പേലോഡുകളുമായി PSLV C-62 കുതിച്ചുയർന്നത് 10-17-ന്. और बढ़ चला है अपनी उद्देश्य कक्षा की ओर इस मिशन. മകരവിളക്കിന് ഇനി 2 നാൾ. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ തുടക്കം. അയ്യപ്പനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലേക്ക്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. 400 കിലോമീറ്റർ വരെ ഒരേ നിരക്ക്. 3rd AC-ക്ക് 960 രൂപ മുതൽ, 2nd AC-ക്ക് 1240 രൂപ, ഫസ്റ്റ് ക്ലാസ് AC-ക്ക് 1520 രൂപ മുതൽ. RAC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാവില്ല. ചോദ്യം ചെയ്യലിന് TVK അധ്യക്ഷൻ വിജയ് CBIക്ക് മുന്നിൽ ഹാജരായി. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് കനത്ത സുരക്ഷ. മുദ്രാവാക്യം വിളികളുമായി TVK പ്രവർത്തകർ. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിൽ. കാസർഗോഡ് കുമ്പളയിൽ ടോൾ പിരിവിനെതിരെ ജനകീയ പ്രതിഷേധം. സ്ഥലത്ത് സംഘർഷം. MLA ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. ടോൾ ബൂത്ത് തുറക്കാനുള്ള തീരുമാനവുമായി ദേശീയപാത അതോറിറ്റി മുന്നോട്ട്. ശരണം വിളികൾ നിറഞ്ഞു നിന്ന ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളത്ത് തുടക്കമായി. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 ആരംഭിച്ച തിരുവാഭരണ ദർശനം 12 മണിയോടെ അവസാനിപ്പിച്ചു. തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വിവരങ്ങളുമായി പന്തളത്ത് നിന്ന് കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഭക്തിനിർഭരമല്ലേ അവിടം ഇപ്പോൾ? അത് ഭക്തി നിർഭരമാണ്. ഇവിടെ തിരുവാഭരണ ഘോഷയാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കപ്പെടുന്നത് തുറവിയോടെയാണ് ഇവിടെ കാത്തുനിന്ന് ഭക്തിജനങ്ങൾ സ്വീകരിച്ചത്. അതുപോലെ ആകാശത്ത് ശ്രീകൃഷ്ണ വട്ടം വിട്ട് പറഞ്ഞതും ഭക്തി ആവേശം വളരെ ഇരട്ടിയാക്കി. ഈ തിരുവാഭരണ പേടകങ്ങൾ ഇപ്പോൾ 3 പെട്ടികളായി പുറത്തേക്കെടുത്ത തിരുവാഭരണ പെട്ടികൾ ക്ഷേത്രം വെച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആചാരപരമായ ചടങ്ങുകളായിരുന്നു ഇതുവരെ നടന്നത്. ക്ഷേത്രത്തിനുള്ളിൽ രാവിലെ ക്ഷേത്രത്തിനുള്ളിലേക്ക് എടുത്ത് അവിടെ ദർശനത്തിന് വെച്ചിരുന്ന തിരുവാഭരണ പെട്ടികൾ തുറന്ന് ഈ ദർശനം സാധ്യമായിരുന്നു. അതിനുശേഷം 12 മണിയോടെ ഈ ദർശനം പൂർത്തിയാക്കി. ഇപ്പോൾ അല്പസമയം മുമ്പ് ആചാരപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഈ തിരുവാഭരണ പേടകങ്ങൾ ദർശനത്തിലെത്തുകയായിരുന്നു. രാജ്യപുരോഹിത PN നാരായണവർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ നാരായണവർമ്മയാണ് ഇത്തവണ ഈ തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. അതുപോലെ ഇത്തവണ പുതിയ ഗുരുസ്വാമിയാണ്. 30 സംഘമാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ ശബരിമലയിലേക്ക് ശിരസിൽ ഏറ്റുന്നത്. ഇവിടെ നിന്നും പുറപ്പെട്ട ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ഈ വിവിധ കേന്ദ്രങ്ങളിൽ ലഭിക്കുക. ഇത് ആദ്യത്തെ സ്വീകരണം മണികണ്ഠൻ നാൽത്തറയിലാണ്. അവിടെ നിന്നും
ഈ ഘോഷയാത്ര കുളനട കൈപ്പറ്റ ക്ഷേത്രം വഴി കുളനട ക്ഷേത്രത്തിൽ മുഖ്യ കയറിയാണ് ഇന്ന് പോവുക. അല്പം മുൻപാണ് ഈ ഭക്തിനിർഭരമായ ഈ അന്തരീക്ഷത്തിൽ ശരണം വിളികൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ തിരുവാഭരണ പേടകങ്ങൾ പുറത്തേക്ക് പോയത്. പ്രധാന പേടകത്തിൽ തിരുവാഭരണ പെട്ടിയും അതുപോലെ വെള്ളിപ്പെട്ടിയും കൊടിപ്പെട്ടിയും അടങ്ങിയ തിരുവാഭരണ ഘോഷയാത്ര വളരെ ഭക്ത്യാദരപൂർവ്വമാണ് ഭക്തർ സ്വീകരിച്ചത്. ഇവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ശരണം വിളികളും അതുപോലെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിച്ചിരുന്നത്. ഇവിടെ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വീകരണം ലഭിക്കും. കണ്ണൻദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശരണം വിളികൾ നിറഞ്ഞുനിന്ന ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പന്തളത്ത് തുടക്കമായിരിക്കുകയാണ്. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 ആരംഭിച്ച തിരുവാഭരണ ദർശനം 12 മണിയോടെ അവസാനിപ്പിച്ചു. തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മകരവിളക്കിന് 2 ദിവസം ശേഷിക്കെ സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർണ്ണം. രാവിലെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളും ഇന്ന് സന്നിധാനത്ത് ദർശനത്തിന് എത്തും. രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എരുമേലിയിൽ നിന്നും പേട്ടതുള്ളിയ സംഘങ്ങളാണ് കൂടുതലായി ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വൈകിട്ടോടുകൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. അതോടുകൂടി സന്നിധാനം മകരവിളക്ക് തിരക്കിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ ഇനി 2 ദിവസം മാത്രമാണ് മകരവിളക്കിന് അവശേഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായിരിക്കുന്നു. അയ്യപ്പ ഭക്തരുടെ വരവും ആരംഭിക്കുന്നു. വൈകിട്ടോടുകൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. ഇന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരും നാളെ ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തരും മറ്റന്നാൾ മകരവിളക്ക് ദർശിച്ച ശേഷം മാത്രമേ സന്നിധാനത്ത് നിന്നും കൂടുതൽ പേരും മടങ്ങുകയുള്ളൂ. അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തർ തീർച്ചയായും ഇത്തരത്തിൽ മകരവിളക്ക് ദർശനം മുന്നിൽ കണ്ടുകൊണ്ടാണ് 2 ദിവസം മുമ്പ് തന്നെ സന്നിധാനത്തേക്ക് എത്തുന്നത്. കൃത്യമായി വെർച്വൽ ക്യൂ വഴി അയ്യപ്പ ഭക്തർ എത്തുന്നതിനാൽ തന്നെ വലിയൊരു തിരക്ക് ഇന്ന് ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. എന്നാൽ വൈകിട്ടോടുകൂടി കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 35,000 പേർക്ക് മാത്രമാണ് മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ വഴിയും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും അനുമതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ അയ്യപ്പ ഭക്തരും സന്നിധാനത്ത് തുടരുന്നതിനാൽ തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡും പോലീസും നീങ്ങിയിരുന്നത്. അത് കൃത്യമായി തന്നെ ശബരിമലയിൽ എഫക്റ്റ് ചെയ്യുമെന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം വലിയൊരു തിരക്ക് ശബരിമലയിൽ സന്നിധാനത്ത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിൽ തന്നെയും 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനായി എത്തുമെന്ന കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ഉച്ചയോടുകൂടി പന്തളത്ത് നിന്നും തുടങ്ങുന്ന തിരുവാഭരണ ഘോഷയാത്ര അടുത്ത ദിവസം 14-ാം തീയതി വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശരംകുത്തിയിൽ സ്വീകരണം നൽകും. തുടർന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തും. സന്നിധാനത്ത് പ്രധാന പേടകം, ആഭരണങ്ങൾ അടങ്ങുന്ന പ്രധാന പേടകം അത് ശ്രീകോവിലേക്ക് മേൽശാന്തിക്കും തന്ത്രിക്കും കൈമാറുകയും അത് ചാർത്തി ദീപാരാധന നടക്കുകയും ചെയ്യും. ആ സമയത്താണ് മകരവിളക്ക് തെളിയുന്നത്. ദീപാരാധന സമയത്ത് മകരവിളക്ക് തെളിയുകയും ചെയ്യും. മറ്റു 2 പേടകങ്ങൾ ശരി. സന്നിധാനത്ത് നിന്ന് രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 3 കേസിലും 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കും. അതിനിടെ അതിജീവിതയെ രാഹുൽ ഭീഷണിപ്പെടുത്തിയതിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനുള്ള SITയുടെ അപേക്ഷ തിരുവല്ല കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം, അല്ലേ?
വളരെ ശക്തമായ നടപടികളുമായാണ് ഇപ്പൊ അന്വേഷണ സംഘം പോകുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കുക. ഒപ്പം തന്നെ 3 കേസുകളിലും അന്വേഷണം, 3 ബലാത്സംഗ കേസുകളിലെ അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുക. ഇതാണ് SITക്ക് മുന്നിലുള്ളത്. മാത്രമല്ല ശക്തമായ തെളിവുകൾ നിരത്തുന്നു. കാരണം ജാമ്യം ഇനി ലഭിക്കാൻ പാടില്ല. ആ രീതിയിൽ ശക്തമായ തെളിവുകളുമായാണ് SIT മുന്നോട്ട് പോകുന്നത്. ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി മൊഴി നൽകിയതിനനുസരിച്ചാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തതുമൊക്കെ. പക്ഷെ അതിനെ കൂടുതൽ ചാറ്റുകളും രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ്. അതിക്രൂരമായ രീതിയിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറി. അതിനപ്പുറത്തേക്ക് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഈ പെൺകുട്ടി രാഹുലിനെ ബന്ധപ്പെടാനായി ശ്രമിക്കുമ്പോഴൊക്കെ വളരെ മോശമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് രാഹുൽ ആ ചാറ്റിലൊക്കെ വിളിച്ചിട്ട് താൻ സർവ്വതും നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന, സർവ്വതും തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകും. നാട്ടിൽ വരികയാണെങ്കിൽ ഞാൻ കുറെ ആളുകളുമായി നിന്റെ വീട്ടിലെത്തി നിന്നെ കൊല്ലുമെന്ന രീതിയിലൊക്കെ വളരെ നീ പ്രസ് മീറ്റ് നടത്തിക്കോ, ഒരു പ്രശ്നവുമില്ല, സർവ്വതും തകർന്നു നിൽക്കുകയാണ് എന്ന രീതിയിൽ എന്തിനും തയ്യാറായി തന്നെയാണ് താൻ എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ചാറ്റുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കും ഇനി ജാമ്യ ഹർജിയിൽ SIT അന്വേഷണ സംഘം പ്രോസിക്യൂഷനിൽ ജാമ്യത്തെ നേരിടുക. എന്തായാലും ഇന്ന് ജാമ്യ ഹർജി കസ്റ്റഡി അപേക്ഷ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഇന്ന് ജാമ്യ ഹർജി നൽകിയെങ്കിൽ അത് വാദം ഇന്ന് ഉണ്ടാകുകയില്ല. കാരണം കസ്റ്റഡി അപേക്ഷ നിൽക്കുന്നത് കൊണ്ടാണ് വാദം ഉണ്ടാകാത്തത്. വാദം പിന്നെയും നീളും. അങ്ങനെയെങ്കിൽ റിമാൻഡ് കാലാവധി 14 ദിവസത്തിനപ്പുറത്തേക്ക് ഉടനെ ഒരു ജാമ്യത്തിലിറങ്ങുക, എത്രയും വേഗം ഒരു ജാമ്യം രാഹുലിന് കിട്ടുക സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടെയാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് ഇന്ന് സ്പീക്കർക്ക് കൈമാറിയ രേഖാമൂലം സ്പീക്കർ നിയമ നടപടി സ്വീകരിക്കുന്നു. അതായത് നിയമോപദേശം എത്രയും വേഗം തേടുന്നു. അതിനുശേഷം അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് അയോഗ്യനാക്കാനുള്ള നടപടികളും ഒരു ഭാഗത്ത് സ്പീക്കർ നിയമസഭാ ഓഫീസും കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുകയാണ്. മായ. അൽഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സ്ഥിരം ലൈംഗിക കുറ്റവാളിയായി അറിയപ്പെടുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. കോൺഗ്രസിന്റെ ജീർണതയാണ് ഇതിലൂടെ തെളിവാകുന്നത്. രാഹുലിന്റെ പേരിൽ നടപടിയെടുത്തു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. 2022 തന്നെ രാഹുലിനെതിരെ യുവതി കോൺഗ്രസിന് പരാതി നൽകിയിരുന്നുവെന്നും എന്നിട്ടും ആ പരാതി മുക്കി രാഹുലിനെ സഹായിച്ചുവെന്നും MV ജയരാജൻ ആരോപിച്ചു. സാധാരണ കേരളീയ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഒരു MLAയിൽ നിന്നും ഒരു ജനപ്രതിയിൽ നിന്നും ഉണ്ടാവാത്ത വിധമുള്ള സ്ഥിരം ലൈംഗിക കുറ്റവാളിയുടേതാണ് രാഹുലിൻ്റേത് എന്നാണ് മൂന്നാമത്തെ ഇരയുടെ പീഡന കഥകൾ വ്യക്തമാക്കപ്പെടുന്നത്. ഇനിയും ചിലത് വരാനുണ്ട് എന്നത് പല രീതിയിലും പുറത്തു വന്ന വിവരങ്ങൾ കാണാൻ കഴിയും. ISROയുടെ PSLV 62 ദൗത്യം ലക്ഷ്യത്തിലെത്തിയില്ല. റോക്കറ്റിന്റെ 3ാം ഘട്ട ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായെന്നും ISRO. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ മുതൽക്കൂട്ടാകുന്ന അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്ത് എത്തേണ്ടിയിരുന്നത്. 2026 ആദ്യ ഉപഗ്രഹ വിക്ഷേപണത്തിലെ പരാജയം ISROയ്ക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. വിക്ഷേപണത്തിന്റെ 3ാം ഘട്ടം തകരാറിലാകുന്നത് ഇത് തുടർച്ചയായ 2ാം തവണയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 10:17 PSLV C-62 കുതിച്ചുയർന്നത്. ആദ്യ 2 ഘട്ടങ്ങളും വിജയമായിരുന്നു. പിന്നാലെ റോക്കറ്റിന്റെ 3ാം ഭാഗം വേർപെട്ട ശേഷം സാങ്കേതിക പ്രശ്നമുണ്ടായി. ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായെന്നുമാണ് ISRO വിശദീകരിക്കുന്നത്. Close to the end of the 3rd stage, we were seeing some disturbance in the vehicle, and there was a deviation in the path of the vehicle, and the mission could not proceed in the expected path. That is what is the information right now available. Now we are going through the data, and we have to get the data from all the ground stations, and once the data analysis is completed, we shall come back to you. ഭൗമോപരിതലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത EOS N1 അന്വേഷയായിരുന്നു ദൗത്യത്തിലെ പ്രധാന ഉപഗ്രഹം. കൃഷി, നഗര മാപ്പിംഗ്, പരിസ്ഥിതി നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണിത്. അന്വേഷയ്ക്ക് പുറമെ UK, ബ്രസീൽ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറു ഉപഗ്രഹങ്ങളും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഉപഗ്രഹങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. 2025 മെയ് മാസം നടന്ന PSLVയുടെ കഴിഞ്ഞ വിക്ഷേപണവും പരാജയമായിരുന്നു. അന്നും 3ാം ഘട്ടത്തിലാണ് തിരിച്ചടിയുണ്ടായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ പുറത്തുവിട്ട് റെയിൽവേ. RSC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ഉണ്ടാവില്ല. സീറ്റുകൾ ഒഴിവില്ലെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല. രാജധാനി എക്സ്പ്രസിനേക്കാൾ അല്പം ഉയർന്ന നിരക്കാണ് വന്ദേ ഭാരത് സ്ലീപ്പറിന്. കുറഞ്ഞത് 400 കിലോമീറ്റർ ദൂരത്തിനുള്ള ചാർജ് ഈടാക്കും. തേർഡ്, സെക്കൻഡ് AC-കൾക്ക് 400 കിലോമീറ്ററിന് കുറഞ്ഞ നിരക്ക് യഥാക്രമം 960, 1240 രൂപയാണ്. ഫസ്റ്റ് AC നിരക്ക് 1520 രൂപ. സ്ലീപ്പർ പതിപ്പ് അടുത്ത ആഴ്ച മുതൽ ട്രാക്കിലിറങ്ങുമെന്നാണ് സൂചന. ഗുവാഹത്തി ഹൗറ റൂട്ടിലായിരിക്കും ആദ്യ സ്ലീപ്പർ ട്രെയിൻ സഞ്ചരിക്കുക. കാസർഗോഡ് കുമ്പള ആരിക്കാടിയിലെ താൽക്കാലിക ടോൾ ഗേറ്റിൽ ടോൾ പിരിവിനെതിരെ വൻ പ്രതിഷേധവുമായി മഞ്ചേശ്വരം MLA-യുടെ നേതൃത്വത്തിൽ ജനകീയ സമിതി. താൽക്കാലിക ടോൾ ഗേറ്റിന് എതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ വിധി വരും മുമ്പ് ടോൾ പിരിവ് തുടങ്ങിയതാണ് വൻ പ്രതിഷേധ സമരത്തിന് വഴി തുറന്നത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ 3 മണിക്കൂറോളം നേരം ദേശീയപാതയിൽ 100 കണക്കിന് ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് MLA-യുമായി SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെ MLA ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ജനകീയ സമരം നേരിടുന്നതിനായി 400-ൽ പരം പോലീസുകാരെ ദേശീയപാതയിലെ ആരിക്കാടിയിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നു. കേന്ദ്ര നിയമം പാലിക്കാതെ 60 കിലോമീറ്റർ ദൂരപരിധി ലംഘിച്ച് ദേശീയപാതയിൽ ടോൾ പ്ലാസ നിർമ്മിച്ച് ടോൾ പിരിക്കുന്നത് 100 കണക്കിന് യാത്രക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. കരൂർ രാഷ്ട്രീയ റാലിക്കിടെയുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ മൊഴി നൽകാൻ വിജയ് ഡൽഹിയിൽ CBI ആസ്ഥാനത്ത് ഹാജരായി. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷയാണ് CBI ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. TVK പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ആസ്ഥാനത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. 2 ദിവസത്തോളം വിജയെ ചോദ്യം ചെയ്യാനാണ് CBIയുടെ നീക്കം. പൊങ്കൽ സമയമായതിനാൽ 13-ന് വൈകിട്ട് തിരികെ മടങ്ങാൻ അനുമതി തേടിയിട്ടുണ്ട്. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് CBI പ്രധാനമായി പരിശോധിക്കുന്നത്. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരായ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. ചീഫ് ജസ്റ്റിസ് മഹേന്ദ്ര മോഹൻ ശ്രീവാസ്തവ, ജസ്റ്റിസ് G. അരുൺ മുരുകൻ എന്നിവരുടെ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവിട്ടത്. സെൻസർ സർട്ടിഫിക്കറ്റിൽ തീരുമാനമെടുക്കാൻ മതിയായ സമയം നൽകില്ലെന്ന് കാണിച്ചാണ് സ്റ്റേ അനുവദിച്ചത്. കേരളത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 5 വരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് സമരം. മന്ത്രിമാരും നേതാക്കളും ജനപ്രതിനിധികളും സമരത്തിൽ അണിനിരക്കുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും കേന്ദ്ര വിഹിതത്തിലെ കുറവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന കേന്ദ്രത്തിന്റെ നീക്കങ്ങളും ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. അർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാണ് നാം ആവശ്യപ്പെടുന്ന കാര്യം. അനർഹമായ ഒന്നും കേരളം ആവശ്യപ്പെടുന്നില്ല. LDF സമരത്തെ പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പുറത്ത് സമരം ചെയ്ത് കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സംഘപരിവാർ സഞ്ചരിക്കുന്ന വഴിയെ തന്നെയാണ് CPM-ഉം സഞ്ചരിക്കുന്നത്. യോജിച്ച സമരത്തിന് ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ സർക്കാരുമായിട്ട് യോജിച്ച ഒരു സമരത്തിലും ഞങ്ങളില്ല. കാരണം ഇവര് ഡൽഹിയിൽ ചെന്നാൽ നരേന്ദ്രമോദിയുടെ മുന്നിലും അമിത്ഷായുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടമാണുള്ളത്. അതിന്റെ കൂടെ ഞങ്ങളില്ല സമരം ചെയ്യാൻ. അവര് പുറത്ത് സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയും അകത്തുപോയി മോഡിയും അമിത്ഷായും പറയുന്ന പേപ്പറിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണിത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇവരുടെ കൂടെ കൂടി പോയാൽ, സമരം ചെയ്യാൻ പോയാൽ ഞങ്ങൾ കൂടി വഷളാവും. ഇവർക്ക് ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്പര ബാന്ധവുമാണ് BJP നേതൃത്വവും സംസ്ഥാനത്തെ CPM നേതൃത്വവും. അത് കേരള സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, ശമ്പള DA കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. അനിശ്ചിതകാല സമരം നാളെ മുതൽ ആരംഭിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഡോക്ടർമാരുമായി ചർച്ച നടത്തും. വൈകിട്ട് 6 മണിക്കാണ് ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും നാളെ മുതൽ ഡോക്ടർമാർ ബഹിഷ്കരിക്കും.
രാജ്യത്തെ ഗവേഷണ മേഖലയെ പ്രാദേശിക തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക പദ്ധതിയുമായി നീതി ആയോഗ് അമൃത വിശ്വവിദ്യാപീഠം എട്ടിമല ക്യാമ്പസിൽ സംഘടിപ്പിച്ച ദ്വിദിന ദേശീയ ശില്പശാലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കർമ്മ പദ്ധതി പുറത്തിറക്കിയത്. സംസ്ഥാന തലത്തിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി നടപ്പിലാക്കുന്നതിനും അതുവഴി തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഭരണനിർവഹണം സാധ്യമാക്കുന്നതിനുമുള്ള സമഗ്രമായ കർമ്മരേഖയാണ് ശില്പശാലയിൽ തയ്യാറാക്കിയത്. തമിഴ്നാട് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ഗവേഷണങ്ങൾ ലാബുകളിൽ മാത്രം ഒതുങ്ങാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് ശില്പശാലയിൽ പ്രഭാഷണം നടത്തിയ നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബേരി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അമൃത സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. സാങ്കേതികവിദ്യയുടെ ബോധപൂർവമായ പ്രയോഗത്തിലൂടെ മാത്രമേ സാമൂഹ്യ വെല്ലുവിളികൾ നേരിടാൻ കഴിയൂ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. The Sustainable Development Goals were adopted as a global agenda, and I have always thought of the Sustainable Development Goals as a compact between leaders of society and members of their citizenry to say, in the 21st century, we must ensure basics for all citizens, and so that is very much, I think, in the spirit of what the Vidyapeetham has been doing. ഗവേഷണ മേഖലയിലെ തമിഴ്നാടിന്റെ കുതിപ്പിനെക്കുറിച്ച് സംസാരിച്ച സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ പ്രൊഫസർ ഡോക്ടർ എസ് വിൻസെന്റ് പേറ്റന്റ് ഫയലിംഗിൽ തമിഴ്നാട് രാജ്യത്ത് ഒന്നാമതാണെന്ന് വെളിപ്പെടുത്തി. പ്രതിവർഷം 5000 മുതൽ 6000 വരെ പേറ്റന്റ് അപേക്ഷകളാണ് തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ അമൃത സർവകലാശാലയുടെ പങ്കും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള GI ടാഗുകൾ നേടിയെടുക്കുന്നതിലെ സർവകലാശാലയുടെ ശ്രമങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. ചേഞ്ചിങ് ഡയമെൻഷൻസ് എ ജേർണി ഫ്രം ഇമേഷൻ ടു ഇമ്പാക്ട്, സ്കോളേഴ്സ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്നിങ്ങനെ 2 പുസ്തകങ്ങളും ശില്പശാലയുടെ ഭാഗമായി പുറത്തിറക്കി. ഗവേഷണ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി അമൃത വിശ്വവിദ്യാപീഠവും ന്യൂഡൽഹിയിലെ CSIR നിസ്പയറും തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവെച്ചു. ഡോക്ടർ മനീഷ വിനോദിനി രമേശും ഡോക്ടർ ഗീതാവാണി രായസമും ധാരണാപത്രം കൈമാറി. നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ ഉൾപ്പെടെയുള്ളവർ ശില്പശാലയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. MC റോഡിൽ കോട്ടയം മോനിപ്പള്ളി ഭാഗത്ത് കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. മൂവരും ഏറ്റുമാനൂർ നീണ്ടൂർ ഓണംതുരുത്ത് സ്വദേശികളാണ് എന്നാണ് സൂചന. കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന കാറും കൂത്താട്ടുകുളത്തേക്ക് പോയ KSRTC ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് KSRTC സ്വിഫ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വരൻ മരിച്ചു. ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷാണ് മരിച്ചത്. വെളുപ്പിന് 1 മണിയോടെയാണ് അപകടം. അമിത വേഗതയിൽ എത്തിയ ബൈക്ക് സ്വിഫ്റ്റ് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാട്ടായിക്കോണം സ്വദേശിനിയെ ഇന്ന് വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു രാകേഷ്. പ്രണയവിവാഹം ഇരു വീട്ടുകാരും അനുകൂലിക്കാത്തതിനാൽ അമ്പലത്തിൽ താലി കെട്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കോഴിക്കോട് കുന്നമംഗലത്ത് വാനും കാറും കൂട്ടിയിടിച്ച് 3 മരണം. വാൻ ഡ്രൈവറും 2 കാർ യാത്രക്കാരുമാണ് മരിച്ചത്. പുലർച്ചെ 2:30യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ച കൊടുവള്ളി സ്വദേശികളായ സുഹൈൽ, നിഹാൽ എന്നിവരും പിക്കപ്പ് ഡ്രൈവർ വയനാട് സ്വദേശി ഷമീറുമാണ് മരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഡിജിറ്റൽ പ്രസ് ഹാനസിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. നെടുമങ്ങാട് സ്വദേശി വിനുവാണ് ആത്മഹത്യ ചെയ്തത്. കടയിലെ ജീവനക്കാരി കാട്ടാക്കട കുരുതംകോട് സ്വദേശിനി യുവതിക്കും പരിക്കേറ്റു. ഇരുവരും പ്രണയത്തിലായിരുന്നു. വിനുവിനെ ഒഴിവാക്കാൻ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. നേരത്തെ യുവതിയെ കൊല്ലുമെന്ന് വിനു ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇരുവരും വിവാഹിതരാണ്. സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് ഒറ്റയടിക്ക് 1240 രൂപയാണ് വർദ്ധിച്ചത്. 1,04,240 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. ഗ്രാമിന് 155 രൂപ ഉയർന്ന് 13,030 രൂപയായി. രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില വർധനവാണ് സംസ്ഥാനത്തും പ്രതിഫലിക്കുന്നത്. വെനസ്വേലയിലെ അമേരിക്കൻ സൈനിക നടപടി അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. T20 ലോകകപ്പിൽ വേദിമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിർണായക നീക്കത്തിനൊരുങ്ങി ICC. ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ചെന്നൈയിലേക്കോ തിരുവനന്തപുരത്തേക്കോ മാറ്റുമെന്ന് അഭ്യൂഹമുണ്ട്. നിലവിൽ കൊൽക്കത്തയിലും മുംബൈയിലുമാണ് ബംഗ്ലാദേശിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും മാറ്റണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ICCയോട് ആവശ്യപ്പെട്ടിരുന്നു. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് BCB വേദിമാറ്റം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കാര്യം ICC തള്ളിയിരുന്നു.
വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.